എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി. ജലം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വരും തലമുറയിലേക്ക് അത് കൃത്യതയോടുകൂടി കൈമാറ്റം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഓരോ ജലദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മാർച്ച് 22 ജലദിനം. ജലദിനത്തിൻ്റെ സവിശേഷതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാർച്ച് 22 വാട്ടർ ഡേ അഥവാ ജലദിനം. അടുത്ത മഹായുദ്ധം നടക്കാൻ പോകുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്നൊരു പറച്ചിലുണ്ട്. കുടിവെള്ളത്തിന് സ്വർണത്തേക്കാൾ വില വരുന്ന കാലത്തേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ജനസംഖ്യ വർദ്ധിക്കുകയും ഭൂമിയിൽ ജലം കുറയുകയും ചെയ്യുന്ന സ്ഥിതി വരാൻ പോകുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നീങ്ങുന്നു. കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ദിനം പ്രതി മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനദികൾ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളായി മാറി. കിണറുകളും കുളങ്ങളും രാസവസ്തുക്കളും ഖരമാലിന്യങ്ങളാലും അന്യമായി മാറുന്നു. ലോക ജലദിനത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട വസ്തുതകൾ ഇവയെല്ലാമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ജലദിനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊന്ന് നോക്കാം. ജലദിനം. എല്ലാ വർഷവും മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത്. ജലം ഓരോ തുള്ളിയും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോക ജനതയെ മനസ്സിലാക്കുകയാണ് ജലദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ലോക ജലദിനമെന്ന നിർദ്ദേശം ആദ്യമായി ഉയർന്നു വന്നത് 1992 ബ്രസീലിലെ റിയോവിൽ ചേർന്ന UN കോൺഫറൻസ് ഓഫ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിലാണ്. ഇതേ തുടർന്ന് UN ജനറൽ അസംബ്ലി 1993 മാർച്ച് 22 മുതൽ ഈ ദിനം ലോക ജലദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. ജലദിനം എങ്ങനെയുണ്ടായി എന്നതിൻ്റെ ചരിത്രമൊന്ന് പരിശോധിക്കാം. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനത്തിൽ നൽകിയ ശുപാർശയെ തുടർന്ന് 1993 ഐക്യരാഷ്ട്രസഭ അഥവാ UN മാർച്ച് 22 ലോക ജലദിനമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ശുദ്ധജലം വഹിക്കുന്ന സുപ്രധാന പങ്കിലേക്കും അത് സംരക്ഷിക്കേണ്ടതിൻ്റെയും വിവേകപൂർവം കൈകാര്യം ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആചരണം വർഷം തോറും നടന്നു വരുന്നത്. ദേശീയ ജലദിനം. ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ 14 ദേശീയ ജലദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയവും അതിൻ്റെ പ്രാധാന്യവും. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം എന്നതാണ്. ഹിമാനികളുടെ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ഈ പ്രമേയം സുപ്രധാന ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും ഭാവി തലമുറകൾക്ക് ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഉടനടി നടപടി സ്വീകരിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു. ദൈനംദിന ജീവിതത്തിൽ വെള്ളം സംരക്ഷിക്കാൻ 5 ലളിതമായ ഘട്ടങ്ങളാണ് ഇനി പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അല്ലെങ്കിൽ ദൈനംദിന ശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ജലസംരക്ഷണത്തിനുള്ള 5 എളുപ്പഘട്ടങ്ങളാണ് ഇനി പറയുന്നത്.
1. പല്ല് തേക്കുമ്പോഴോ ഷേവ് ചെയ്യുമ്പോഴോ ടാപ്പ് ഓഫ് ചെയ്യുക. നിങ്ങളുടെ കുളിക്കുന്ന സമയം കുറയ്ക്കുക. ചോർച്ചയുള്ള ടോയ്ലറ്റുകൾ ഉടനടി നന്നാക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ചെടികൾക്ക് വെള്ളം നൽകുക. ബാഷ്പീകരണം കുറയ്ക്കുന്നതിന് അതിരാവിലെയോ വൈകുന്നേരമോ നനയ്ക്കുക. കഴുകാനുള്ള തുണികളും പാത്രങ്ങളും ഒരുമിച്ച് മാത്രം കഴുകുക. ഈ രീതികൾ ഉൾപ്പെടുത്തുന്നതിലൂടെയും ജലപ്രശ്നങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുന്നതിലൂടെയും വെള്ളം എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉറവിടമാകുന്ന കൂടുതൽ സുസ്ഥിരമായൊരു ഭാവിയിലേക്ക് നമുക്കെല്ലാവർക്കും സംഭാവന ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും ജലദിന ആശംസകൾ നേരുന്നു. നമ്മുടെ വീഡിയോ ഏറെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.